കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളുടെ മക്കൾ ഇന്ന് നവംബർ മാസം 18-ാം തീയതി തിങ്കളാഴ്ച, ഇന്ന് അങ്ങയുടെ മക്കൾ പോകുന്ന എല്ലാ അസൈൻമെൻറ്റുകളും എല്ലാ വഴികളും അങ്ങ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ അങ്ങയുടെ മക്കൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ, അമ്മമാരുടെ ഉത്തരവാദിത്തമുണ്ട്, മക്കളെന്ന നിലയിൽ ഉത്തരവാദിത്തമുണ്ട്, വിദ്യാർത്ഥികളെന്ന നിലയിൽ ഉത്തരവാദിത്തമുണ്ട്, കുടുംബനാഥ എന്ന നിലയിൽ ഉത്തരവാദിത്തമുണ്ട്. അത് നിറവേറ്റാൻ വേണ്ടി നമ്മൾ രാവും പകലും കഷ്ടപ്പെടുകയും വിഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിരുസേന നിൽക്കുകയും ചെയ്യുന്നത്. ആ വിഷയങ്ങളെല്ലാം കർത്താവ് അങ്ങയുടെ തിരുസേന സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ അങ്ങയുടെ മക്കൾ ഇവിടെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ 38 വർഷം അർപ്പിച്ച കുർബാനയുടെ യുവതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കൾക്ക് അങ്ങ് അഭിഷേകമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ നടത്തിയ ആരാധനകളെല്ലാം നിറഞ്ഞു നിന്ന് അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ അസ്ഥിവാരത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ മക്കൾ മാരക രോഗികൾ, അവരെ സ്പർശിക്കണേ കർത്താവെ. തീരാവേദിയുള്ളവരെ സ്പർശിക്കണേ കർത്താവെ. ജീവിത പ്രശ്നങ്ങളുടെ കർത്താവെ, പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളിൽ ഒറ്റക്ക് തുഴഞ്ഞ് നെഞ്ചും കൂടി കലങ്ങുന്ന അനേകം മക്കളുണ്ട്, ഉറക്കമില്ലാത്ത മക്കളുണ്ട്. അതിൻ്റെ പേരിൽ എന്തെല്ലാം ഉത്തരവാദിത്വം നിറവേറ്റിയാലും ഒരു സ്നേഹമോ സന്ധിപ്പോ അംഗീകാരമോ മനസ്സിലാക്കലോ പോലും കിട്ടാതെ ഒറ്റക്കിരുന്ന് വിഷമിക്കുന്നവരുണ്ട്. എന്തിനിത്രയും കഷ്ടപ്പെടുന്ന, ആർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതൊക്കെ ഓർത്തിട്ട് നിരാശപ്പെട്ട് തന്നോട് തന്നെ വെറുപ്പ് തോന്നുന്ന മനുഷ്യരുണ്ട്. കർത്താവ്, ആ മക്കളെല്ലാം നീ മാത്രമേ അവർക്കുള്ളൂ. നീ മാത്രമാണ് എല്ലാം അറിയുന്ന ആൾ. കർത്താവെ, നിൻ്റെ സാന്ത്വനം അവർക്ക് നൽകണം, നിൻ്റെ ശക്തി അവർക്ക് നൽകണം. കർത്താവ്, അങ്ങയുടെ മക്കൾ ഇന്ന് എന്തെല്ലാം ചെയ്യുന്നു, എവിടെയെല്ലാം പോകുന്നു, ആരെയെല്ലാം കാണുന്നു, അവിടെയെല്ലാം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണം. അങ്ങയുടെ മക്കൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ഈശോയെ. അവിടെ കഴിവ് കൊണ്ടോ ശേഷി കൊണ്ടോ ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെയെല്ലാം നിൻ്റെ സാന്നിധ്യം ഉണ്ടാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ എന്ന് അമ്മയോട് നീ പറഞ്ഞില്ലേ? ആ അസാധ്യമല്ലാത്ത ദൈവത്തിൻ്റെ സാധ്യമായ സാന്നിധ്യം, ആ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വിഷയത്തിൻ്റെ മേലെ അവർക്ക് ഒരു തണുപ്പ് കിട്ടാനും ഒരു സംരക്ഷണം കിട്ടാനും ദൈവത്തിൻ്റെ കരുണ നിന്നിലേക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം മുഴുവനും നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ.